അങ്ങനെ വർഷങ്ങളുടെ ചരിത്രം ഇന്ത്യ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിത്തന്നു. സൗത്ത് ആഫ്രിക്ക ജയിച്ച മത്സരമായിരുന്നു. അവസാനം ഇന്ത്യ കളി തിരിച്ചു പിടിച്ചു. ക്ലാസിന്റെ വെടിക്കെട്ടിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിന് 30 ബോളിൽ 30 റൺസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് ഇന്ത്യ കളി തിരിച്ചു പിടിച്ചത്. ഇന്ന് സൗത്ത് ആഫ്രിക്ക കളി തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ മാർക്കറം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മാർക്കറം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ കളി ജയിച്ചെന്ന് ഉറപ്പിച്ചതായിരുന്നു. ക്ലാസൻ മികച്ച രീതിയിലാണെന്ന് ബാറ്റ് ചെയ്തത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. അവസാന 2-3 ഓവറുകളാണ് കളി കൈവിട്ടു പോകാൻ കാരണമായത്. ക്ലാസന്റെ വിക്കറ്റ് പോയതാണ് ഞങ്ങൾക്ക് തിരിച്ചടിയായത്. ഇന്ത്യയുടെ ബൗളിംഗ് ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഇന്ത്യ ബൗൾ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇന്ത്യൻ ടീം ശരിക്കും സൂപ്പറാണ്. ഈ വേൾഡ് കപ്പിന്റെ യഥാർത്ഥ അവകാശി ഇന്ത്യ തന്നെയാണ്. അതുപോലത്തെ കളിയാണ് അവർ ഇന്ന് കാഴ്ചവെച്ചത്. പക്ഷേ ഞങ്ങൾ ഇന്ന് ജയിക്കേണ്ടതായിരുന്നു. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് ഇന്ന് ബാറ്റിംഗിൽ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും കളിച്ചെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു. ഞങ്ങൾക്ക് ജയിക്കാവുന്ന ടാർഗറ്റ് മാത്രമേ ഇന്ത്യക്കുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഞങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചില്ല. 7 റൺസിനാണ് ഞങ്ങൾ കളി തോറ്റത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് എയ്ഡൻ മാർക്രം വ്യക്തമാക്കി. സൗത്ത് ആഫ്രിക്കൻ ആരാധകർ ആഘോഷം തുടങ്ങിയതായിരുന്നു. ആ സമയത്താണ് പാണ്ഡ്യയും ബുംറയും കൂടി ഇന്ത്യൻ ടീമിന് വിജയം സമ്മാനിച്ചത്. ശരിക്കും അവസാന ഓവറിൽ 6 ബോളിൽ 16 റൺസ് ആവശ്യമായിരുന്നു. പാണ്ഡ്യ മികച്ച രീതിയിലാണ് കളി തിരിച്ചു പിടിച്ചത്. മില്ലറുടെ വിക്കറ്റ് പോയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഇന്ന് കളി തോറ്റേനെ. സൂര്യകുമാർ മികച്ച ക്യാച്ചാണ് അവസാന ഓവറിൽ കാഴ്ചവെച്ചത്. അതാണ് കളി തിരിച്ചത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത് ശരിക്കും ആരാധകർക്ക് സന്തോഷിക്കാവുന്ന നിമിഷമാണ്. അതുപോലത്തെ ചരിത്ര വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.